എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്ത് പലരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് വീടിനുള്ളിൽ ചില പ്രത്യേക വസ്തുക്കൾ വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയും സൗഭാഗ്യവും ആകർഷിക്കുമെന്നത്. അതിലേറ്റവും കൂടുതലായി ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് ലാഫിംഗ് ബുദ്ധ എന്ന പ്രതിമ. ഒരു ചിരിച്ച മുഖവും നിറഞ്ഞ വയറും സന്തോഷഭാവവും നിറഞ്ഞ ഈ രൂപം നമ്മൾ പല വീടുകളിലും കടകളിലും ഓഫീസുകളിലും കാണാറുണ്ട്. പക്ഷേ ഈ ലാഫിംഗ് ബുദ്ധ യഥാർത്ഥത്തിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് വീട്ടിൽ വെച്ചാൽ പണം, സമ്പത്ത്, ഐശ്വര്യം എന്നിവ വരുമോ? അല്ലെങ്കിൽ അത് വെറും ഒരു അലങ്കാര വസ്തുവായി മാത്രമേ കാണേണ്ടതുള്ളൂ? ഇതെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് ആഴത്തിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. ലാഫിംഗ് ബുദ്ധ എന്നത് ബുദ്ധമതത്തിലെ ഗൗതമ ബുദ്ധനുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിമയല്ല, മറിച്ച് ചൈനീസ് സംസ്കാരത്തിൽ നിന്നുള്ള ബുദ്ധായി എന്ന സന്യാസിയുടെ പ്രതീകമാണ്. സന്തോഷം, സംതൃപ്തി, സമ്പത്ത്, സൗഭാഗ്യം എന്നിവയുടെ പ്രതീകമായി ഈ രൂപം കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് വീടുകളിൽ ഇത് വയ്ക്കുമ്പോൾ നല്ല ഊർജം ഉണ്ടാകുമെന്ന് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ ഒരു വസ്തു വെച്ചാൽ മാത്രം നമ്മുടെ ജീവിതം മാറുമെന്ന് കരുതുന്നത് യാഥാർത്ഥ്യ ബോധമില്ലാത്ത പ്രതീക്ഷയായിരിക്കാം. കാരണം സമ്പത്ത് എന്നത് വെറും പുറത്തു നിന്ന് വരുന്ന ഒന്നല്ല, അത് നമ്മുടെ ചിന്താഗതിയോടും പ്രവൃത്തികളോടും ബന്ധപ്പെട്ടതാണ്. എന്നിരുന്നാലും മനുഷ്യ മനസ്സിന് ചില ചിഹ്നങ്ങൾ വളരെ ശക്തമായ സ്വാധീനം ചെലുത്താറുണ്ട്. ഒരു ലാഫിംഗ് ബുദ്ധയെ കാണുമ്പോൾ നമ്മൾക്ക് ഒരു തരം സന്തോഷവും പോസിറ്റീവ് ഫീലിംഗും ഉണ്ടാകും. ആ സന്തോഷം നമ്മളുടെ മനസ്സിൽ നിന്നും നല്ലൊരു ചിന്താഗതിയെ വളർത്തുകയും അതുവഴി നമ്മളുടെ പ്രവൃത്തികളിലും മാറ്റം വരുത്തുകയും ചെയ്യും. ഇതാണ് പലരും സൗഭാഗ്യം വരുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം പ്രതിമ തന്നെയാണ് പണം കൊണ്ടുവരുന്നത് എന്നല്ല, മറിച്ച് അത് നമ്മളെ പോസിറ്റീവാക്കി മാറ്റുന്നു എന്നതാണ്. വീട്ടിൽ ലാഫിംഗ് ബുദ്ധ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വെറുതെ എവിടെയെങ്കിലും വെച്ചാൽ മതി എന്നല്ല, അതിനൊരു സ്ഥാനം, ഒരു ദിശ, ഒരു മാനസിക സമീപനം എന്നിവയും ആവശ്യമാണ്. ഉദാഹരണത്തിന്, വീടിൻ്റെ പ്രവേശന വാതിലിനോട് മുഖം നോക്കി വയ്ക്കുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണ്. അതിലൂടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന നെഗറ്റീവ് ഊർജങ്ങളെ തടഞ്ഞ് പോസിറ്റീവ് വൈബ് നൽകുമെന്നാണ് വിശ്വാസം. അതുപോലെ ഇത് നിലത്ത് വയ്ക്കാതെ ഒരു ഉയർന്ന സ്ഥലത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവയെല്ലാം വിശ്വാസങ്ങളാണ്. എന്നാൽ ഈ വിശ്വാസങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ ആത്മവിശ്വാസം വളർത്തുന്നുവെങ്കിൽ അതിനൊരു പ്രാധാന്യമുണ്ട്. ഒരു ലാഫിംഗ് ബുദ്ധയെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുവെങ്കിൽ, അത് നിങ്ങളുടെ ദിവസത്തെ നല്ല രീതിയിൽ ആരംഭിക്കാൻ സഹായിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ പ്രയോജനം. എന്നാൽ ഇതെല്ലാം വെറും ഒരു പ്രതിമയിൽ ആശ്രയിച്ച് ജീവിതം മാറ്റുമെന്ന് കരുതുന്നത് ശരിയല്ല. പരിശ്രമം, ശരിയായ തീരുമാനങ്ങൾ, നിയന്ത്രണം, പോസിറ്റീവ് ചിന്ത, ഇതൊക്കെയാണ് യഥാർത്ഥ സമ്പത്തിനുള്ള വഴി. ഇപ്പോൾ ലാഫിംഗ് ബുദ്ധയെ കുറിച്ചുള്ള വിശ്വാസങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളും കുറച്ച് കൂടുതൽ വിശദമായി നമുക്ക് നോക്കാം. പലരും പറയുന്നത് ഇത് വീട്ടിൽ വെച്ചാൽ ധനസമ്പത്ത് വർദ്ധിക്കും, കടബാധ്യതകൾ കുറയും എന്നൊക്കെയാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷം കൂടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ വിശ്വാസങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു? ചൈനീസ് ഫെങ്ഷ്യൂ എന്ന ശാസ്ത്രം പ്രകാരം വീടിൻ്റെ അകത്തെ ഊർജത്തിൻ്റെ ഒഴുക്ക് വളരെ പ്രധാനമാണ്. അതിൽ ചില പ്രതിമകൾക്കൊരു പ്രത്യേക ഊർജം നൽകാനുള്ള കഴിവുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ലാഫിംഗ് ബുദ്ധ അതിൽ പ്രധാനപ്പെട്ട ഒന്നായി കണക്കാക്കപ്പെടുന്നു. വലിയ വയറും ചിരിച്ച മുഖവും നിറഞ്ഞ ഈ രൂപം സമ്പത്ത്, സമൃദ്ധി, നിറവ് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ടാണ് വ്യാപാര സ്ഥാപനങ്ങളിലും ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ഒരു കടയിൽ ഇത് വെച്ചാൽ കസ്റ്റമർമാർ കൂടുതൽ വരും, വ്യാപാരം വളരും എന്ന വിശ്വാസം പലർക്കുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വ്യാപാരം വിജയിക്കണമെങ്കിൽ അതിന് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും നല്ല സേവനവുമാണ് ആവശ്യമായത്. ലാഫിംഗ് ബുദ്ധ ഒരു പ്രചോദനമാകാം, പക്ഷേ അതിന് പകരം പ്രവർത്തിക്കാൻ കഴിയില്ല. നിങ്ങൾ തന്നെയാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് എന്നോർക്കണം. അതുപോലെ തന്നെ ലാഫിംഗ് ബുദ്ധയെ ദിവസവും തൊടുകയും വയറിൽ കൈവയ്ക്കുകയും ചെയ്താൽ ഭാഗ്യം വരും എന്നതാണ് വിശ്വാസം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരാം, പക്ഷേ ഇതിന് പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും ഒരു നല്ല കാര്യത്തെ വിശ്വസിച്ച് അതിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. അതുവഴി നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുകയും കൂടുതൽ ശ്രമിക്കാൻ പ്രചോദനം ലഭിക്കുകയും ചെയ്യും. ഇതിൻ്റെ മറ്റൊരു ഭാഗം എന്നത് ലാഫിംഗ് ബുദ്ധയെ എവിടെ വയ്ക്കരുത് എന്നതാണ്. അതായത് അടുക്കള, ബാത്റൂം, നിലത്ത് അങ്ങനെ സ്ഥലങ്ങളിലൊന്നും ലാഫിംഗ് ബുദ്ധയെ വെക്കാൻ പാടില്ല. കാരണം അത് അനാദരവായി കണക്കാക്കപ്പെടുന്നു.
ഒരു വസ്തുവിനെ നിങ്ങൾ ആദരവോടെ കാണുമ്പോൾ അതിൻ്റെ മൂല്യവും നിങ്ങളുടെ മനസ്സിൽ ഉയരും. അതിനാൽ ഇതൊരു ശുചിയായ ശാന്തമായ സ്ഥലത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കൂടാതെ ലാഫിംഗ് ബുദ്ധയുടെ വ്യത്യസ്ത രൂപങ്ങൾക്കും വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ചിലത് പണച്ചാക്ക് പിടിച്ചിരിക്കുന്നതാണ്, ചിലത് കുട്ടികളോടൊപ്പം കാണുന്നു, ചിലത് നാണയങ്ങളോട് കൂടിയതാണ്. ഓരോ രൂപവും സമ്പത്ത്, സന്തോഷം, കുടുംബസൗഖ്യം, സമൃദ്ധി എന്നിവയെ പ്രതിനിധീകരിക്കുന്നുവെന്നാണ് വിശ്വാസം. അതിനാൽ നിങ്ങൾ എന്ത് ലക്ഷ്യത്തോടെയാണ് ഇത് വാങ്ങുന്നു എന്നതും പ്രാധാന്യമുള്ള കാര്യമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ലാഫിംഗ് ബുദ്ധ ഒരു മായാജാല വസ്തുവല്ല, അതൊരു പ്രതീകമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ, പോസിറ്റീവായി ചിന്തിക്കാൻ നിങ്ങളത് അങ്ങനെ ഉപയോഗിച്ചാൽ അതിൻ്റെ യഥാർത്ഥ ഗുണം നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ അത് വെറും ഇത് വെച്ചാൽ പണം വരും എന്ന വിശ്വാസത്തിൽ മാത്രം ഒതുങ്ങിയാൽ അതിന് യഥാർത്ഥ അർത്ഥം നഷ്ടപ്പെടും. ലാഫിംഗ് ബുദ്ധിയെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു പണം വരുത്തുന്ന ഉപകരണം എന്നതിലുപരി ഒരു ജീവിത ദർശനത്തിന്റെ പ്രതീകമാണ്. ഒരാൾ ചിരിക്കുമ്പോൾ അവനുള്ളിൽ സന്തോഷം നിറഞ്ഞവനാണെന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ ലാഫിംഗ് ബുദ്ധിയുടെ മുഖത്ത് കാണുന്ന ആ നിർഭാരമായ ചിരി ജീവിതത്തെ ലളിതമായി കാണാനുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത്. നമ്മൾ പലപ്പോഴും സമ്പത്ത് നേടാനുള്ള ഓട്ടത്തിൽ സന്തോഷം മറക്കുന്നു. എന്നാൽ ഈ പ്രതിമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സന്തോഷമില്ലാതെ സമ്പത്തിന് എന്ത് പ്രയോജനം എന്നതാണ്. പലരും പറയുന്നത് ലാഫിംഗ് ബുദ്ധയെ വീട്ടിൽ വെച്ചാൽ കടബാധ്യതകൾ കുറയും എന്നാണ്. അതുപോലെ തന്നെ ധനം വർദ്ധിക്കും, വീട്ടിൽ ഐശ്വര്യം നിറയും എന്നതാണ്. ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യം തന്നെയാണിത്. ധനം എന്നത് പുറത്തുനിന്ന് ആരും കൊണ്ടുവന്ന് നൽകുന്ന ഒന്നല്ല, അത് നമുക്ക് സൃഷ്ടിക്കേണ്ടതാണ്. അതിനായി പരിശ്രമവും ബുദ്ധിയും ക്ഷമയും നമുക്ക് ആവശ്യമാണ്. ലാഫിംഗ് ബുദ്ധ അതിനൊരു പ്രചോദനം തന്നെയാണ്, പക്ഷെ അത് പകരം വഹിക്കാൻ കഴിയില്ല. നിങ്ങൾ ദിവസവും ഈ പ്രതിമയെ നോക്കി എനിക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കും. ആ ആത്മവിശ്വാസം നിങ്ങളെ കൂടുതൽ ശ്രമിക്കാൻ പ്രേരിപ്പിക്കും. അതുവഴി നിങ്ങൾക്ക് യഥാർത്ഥ ഫലങ്ങൾ ലഭിക്കും. ഇതിൻ്റെ മറ്റൊരാഴത്തിലുള്ള വശം എന്ന് വെച്ചാൽ, ലാഫിംഗ് ബുദ്ധ നമ്മളെ വിടുവാനുള്ള ഒരു പാഠം പഠിപ്പിക്കുന്നു എന്നതാണ്. പലരും ജീവിതത്തിൽ അനാവശ്യമായ ആശങ്കകളും ഭയങ്ങളും പിടിച്ചിരിക്കുമ്പോൾ ഈ പ്രതിമ കാണുമ്പോൾ നമുക്കൊരു സന്ദേശം കിട്ടുന്നു. എല്ലാം നിയന്ത്രിക്കാൻ കഴിയില്ല, ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കണം എന്ന ചിന്ത. ഈ മനോഭാവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലെ സമ്മർദ്ദം കുറയും. അതുപോലെ തന്നെ സമ്മർദ്ദം കുറയുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായി ചിന്തിക്കാൻ കഴിയും. അതാണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക പുരോഗതിക്കും സഹായിക്കുന്നത്. ലാഫിംഗ് ബുദ്ധിയുടെ വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ചുള്ള വിശ്വാസങ്ങളും ആളുകൾക്ക് വലിയ ആകർഷണമാണ്. ഉദാഹരണത്തിന്, പണച്ചാക്ക് പിടിച്ചിരിക്കുന്ന രൂപം സമ്പത്ത് സമാഹരണത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. കുട്ടികളോടൊപ്പം കാണുന്ന രൂപം കുടുംബ സന്തോഷത്തെയും സമൃദ്ധിയെയും ആണ് പ്രതിനിധീകരിക്കുന്നത്. നാണയങ്ങൾ നിറഞ്ഞ രൂപം ധനസമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവയെല്ലാം നമ്മൾക്ക് ഒരു ദിശ കാണിക്കുന്ന ചിഹ്നങ്ങളാണ്. ഒരു ലക്ഷ്യം നിശ്ചയിക്കാൻ സഹായിക്കുന്ന ഒരു ദൃശ്യ ഓർമ്മപ്പെടുത്തലാണ് ഇവ. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കും. വീട്ടിൽ ലാഫിംഗ് ബുദ്ധ വയ്ക്കുമ്പോൾ പലരും ചെയ്യുന്ന ഒരു പിഴവാണ് അതിനെ വെറും ഒരു അലങ്കാര വസ്തുവായി മാത്രം കാണുന്നത്, അത് വെച്ച് മറക്കുന്നത്. എന്നാൽ ഒരു പ്രതീകത്തിന് യഥാർത്ഥ ശക്തി അത് നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിലാണ്. നിങ്ങളത് ആദരവോടെ കാണുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനം നേടും. അത് നിങ്ങളുടെ ചിന്താഗതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കും. അതാണ് യഥാർത്ഥ എനർജി ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതിനാൽ ഇത് വയ്ക്കുമ്പോൾ മനസ്സിലൊരു വ്യക്തമായ ഉദ്ദേശം ഉണ്ടാകുന്നത് നല്ലതാണ്. അതുപോലെ ചിലർ പറയുന്നത് ലാഫിംഗ് ബുദ്ധയെ വീട്ടിൽ വെച്ചിട്ട് അതിൻ്റെ മേൽ പൊടി കെട്ടിയിരിക്കുകയാണെങ്കിൽ അത് നല്ലതല്ല എന്നാണ്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇതൊരു അന്ധവിശ്വാസം എന്ന പോലെ തോന്നിയാലും അതിന് പിന്നിൽ ഒരു ലളിതമായിട്ടുള്ള സത്യമുണ്ട്. നിങ്ങളൊരു വസ്തുവിനെ ശ്രദ്ധിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാധാന്യമുള്ള കാര്യമായി മാറുമ്പോൾ അത് നിങ്ങളെ കൂടുതൽ ക്രമശീലനാക്കി മാറ്റും. ശുചിത്വം, ക്രമം, ശ്രദ്ധ ഇതൊക്കെയാണ് വിജയത്തിനുള്ള അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ലാഫിംഗ് ബുദ്ധയെ നല്ല വൃത്തിയോടും ശുചിത്വത്തോടെയുള്ള സ്ഥലത്ത് മാറാലയൊന്നും കൂടാതെ കാത്തു സൂക്ഷിച്ച് വെക്കേണ്ടത് അതൊരു ശീലമാണ്. ആ ശീലം ശീലിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് പലരും ഇൻസ്റ്റന്റ് റിസൾട്ട്സ് ആണ് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഒരു വസ്തു വാങ്ങി വീട്ടിൽ വെച്ചാൽ ജീവിതം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ജീവിതം മാറ്റാൻ ഒരേയൊരു മാർഗം മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും മാറ്റുക എന്നതാണ്.
ലാഫിംഗ് ബുദ്ധ അതിനൊരു ചെറിയ സഹായിയായി മാറും. അത് നിങ്ങൾക്ക് ദിവസവും ഒരു പോസിറ്റീവ് ഓർമ്മപ്പെടുത്തലായി പ്രവർത്തിക്കും. പക്ഷേ അത് തന്നെ എല്ലാം ചെയ്യുമെന്ന് കരുതുന്നത് തെറ്റായ പ്രതീക്ഷയാണ്. കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സമ്പത്ത് എന്നത് വെറും പണത്തിൽ മാത്രം അളക്കാൻ പറ്റുന്നതല്ല. ആരോഗ്യം, സന്തോഷം, കുടുംബ സ്നേഹം, മനഃശാന്തി ഇവയെല്ലാം സമ്പത്തിന്റെ ഭാഗമാണ്. ലാഫിംഗ് ബുദ്ധയുടെ ചിരി നമ്മളെ ഈ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് പണമുണ്ടെങ്കിലും മനസ്സിൽ സമാധാനമില്ലെങ്കിൽ അത് യഥാർത്ഥ സമ്പത്തല്ല. എന്നാൽ നിങ്ങൾക്ക് ഉള്ളതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥ സമൃദ്ധി. ഇങ്ങനെ നോക്കുമ്പോൾ ലാഫിംഗ് ബുദ്ധ ഒരു ശക്തിയുള്ള പ്രതീകമാണ്. പക്ഷെ ആ ശക്തി അതിൻ്റെ ഉള്ളിലല്ല, അത് നിങ്ങൾക്കുണ്ടാക്കുന്ന ചിന്തകളിലാണ്. നിങ്ങളൊരു ലക്ക് ബ്രിങ്ങിങ് ഒബ്ജക്റ്റായിട്ട്, ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു വസ്തുവായിട്ട് മാത്രം ലാഫിംഗ് ബുദ്ധയെ കാണുന്നുവെങ്കിൽ അതിൻ്റെ പ്രഭാവം പരിമിതമായിരിക്കും. എന്നാൽ അതൊരു പോസിറ്റീവ് ലിവിങ് റിമൈൻഡറായിട്ട്, ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു രൂപമായിട്ട് നിങ്ങൾ കാണുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ സഹായിക്കും. അവസാനമായി പറയേണ്ടത് ഇതാണ്: ലാഫിംഗ് ബുദ്ധ വീട്ടിൽ വെച്ചാൽ പണം, സൗഭാഗ്യം എല്ലാം സ്വയം വന്നു ചേരുമെന്നതൊരു അതിരുകടന്ന വിശ്വാസമാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ അത് മുഴുവനും തെറ്റാണെന്ന് പറയാനാകില്ല. കാരണം അത് നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന പോസിറ്റീവ് സ്വാധീനമാണ് അതിൻ്റെ യഥാർത്ഥ ശക്തി. നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന, നല്ല ചിന്തകൾ വളർത്തുന്ന എന്തും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. ലാഫിംഗ് ബുദ്ധിയെ ഒരു മായാജാല വസ്തുവായി കാണാതെ ഒരു പ്രചോദനമായി കാണുക. അത് നിങ്ങളെ ദിവസവും ഓർമ്മിപ്പിക്കട്ടെ. ചിരിക്കാൻ മറക്കരുത്. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. സമ്മർദ്ദം കുറയ്ക്കുക. ജീവിതത്തെ ലളിതമായി കാണുക. ഈ മനോഭാവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായി കൂടുതൽ വിജയത്തിലേക്ക് നീങ്ങും. വീട്ടിൽ ഇത് വയ്ക്കുമ്പോൾ ശുചിയായ ഒരു സ്ഥലത്ത് ആദരവോടെ വയ്ക്കുക. അതിനെ വെറും അലങ്കാരമായി മാത്രം കാണാതെ ഒരു പോസിറ്റീവ് ചിഹ്നമായി കാണുക. എന്നാൽ അതിനൊപ്പം നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ മറക്കരുത്. പരിശ്രമം, കഠിനാധ്വാനം, ശരിയായ തീരുമാനങ്ങൾ ഇവയാണ് യഥാർത്ഥ സമ്പത്തിന്റെ അടിസ്ഥാനം. അതിനാൽ ലാഫിംഗ് ബുദ്ധ നിങ്ങൾക്ക് ഭാഗ്യം തരുന്നില്ല, പക്ഷേ ഭാഗ്യമുണ്ടാക്കാനുള്ള മനോഭാവം നിങ്ങളിൽ വളർത്താൻ സഹായിക്കുന്നു. അതാണ് അതിൻ്റെ യഥാർത്ഥ മഹത്വം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും എന്നെന്നും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.